ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതിന് നമുക്ക് ദിലീപേട്ടനെ സ്വാഗതം ചെയ്യാം. ദിവസമാവട്ടെ നമുക്ക് എല്ലാവർക്കും. കൊടുങ്ങല്ലൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വന്ന കാലം മുതൽ ഞാൻ കമൽ സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് തുടങ്ങിയിരുന്നത്. എല്ലാവർക്കും അറിയാം. ഏകദേശം 92-93 കാലഘട്ടത്തിൽ ഒരുപാട് നാളുകൾ കൊടുങ്ങല്ലൂരിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല കൊടുങ്ങല്ലൂരിൽ നമ്മളിങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് വരുമെന്നൊന്നും. കൊടുങ്ങല്ലൂരിട്ട് ആദ്യത്തെ ഒരു ബന്ധം തുടങ്ങുന്നത് ശരിക്കും കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എല്ലാം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി മാറി. ആ സമയത്ത് പരിചയപ്പെട്ടതാണ് ഈ മുഗൾ മോളിൻ്റെ ഓണറായ മമ്മാലിക്ക. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനത്തിൽ അത് നാടിൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ ആ നാടിൻ്റെ പുരോഗമനത്തെ എല്ലാം വിളിച്ചറിയിക്കുന്നില്ല. ഇവിടെ ഗംഭീരമായ തിയേറ്ററുകളുണ്ട്. അപ്പം അതിൻ്റെ കൂടെ അത് ഞങ്ങളുടെ സഹോദര സ്ഥാപനം തന്നെയാണ്. ഞങ്ങളൊക്കെ സജീവമായും കാളീശ്വരിയെ കേട്ട് ഞാൻ സിനിമയിൽ വന്ന കാലം മുതലുള്ള ബന്ധങ്ങളാണ്. ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സജീവനെ വിളിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം കൂടി വരുന്നുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഒരു സംഘടനയിലെ ആൾക്കാരാണ്, ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പേരെടുത്ത് ഓരോരുത്തരും പറയുന്നില്ല, എല്ലാവരും വേദിയിലേക്ക് വിളിക്കുന്നതാണ്. ഞങ്ങൾ ഈ സിനിമ ആദ്യം തുടങ്ങിയത് ചാലക്കുടിയിലാണ്. അതിനുശേഷമാണ് ഇവിടെ കൊടുങ്ങല്ലൂരിൽ നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്നേഹം എല്ലാം ഞങ്ങളുടെ ഈ വ്യവസായത്തോട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സിനിമ തിയേറ്ററിനോട് ഈ മോളിനോട് നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങളുടെ പരിപൂർണമായ പിന്തുണയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലേക്ക് പോകാനുള്ള പ്രചോദനമാവുക. നിങ്ങളുടെ സ്നേഹം, സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആദ്യം ദിലീപിനെ കുറിച്ച് പറയണോ മമ്മാലിക്കനെ കുറിച്ച് പറയണോ എനിക്കറിയില്ല. മമ്മാലിക്കൽ എന്തായാലും നാട്ടുകാരനും കൂടിയായ കാരണം മമ്മാലിക്കയും വലിയ മമ്മാലിക്കുണ്ടായിരുന്നു. മമ്മാലിക്കയുടെ അളിയനായ വലിയ മമ്മാലിക്ക ഈ മുഗൾ തിയേറ്റർ തുടങ്ങുമ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം അത് വലിയ ഒരു സന്തോഷമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചോളം. അതിനു മുമ്പ് കാളീശ്വരി SM തിയേറ്ററിലാണ് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്നിരുന്ന. പരമ്പരാഗതമായിട്ട് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം കാളീശ്വരി തിയേറ്റർ ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിച്ചതാണ്. 50കൾ മുതൽ ഇവിടെ റിലീസ് വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കുട്ടിയായിരിക്കും മുതൽ ഇവിടെ റിലീസ് സിനിമകൾ വരും. അന്നതൊരു അത്ഭുതമാണ്. എറണാകുളത്തും തൃശ്ശൂരും തിരുവനന്തപുരം പോലെയുള്ള പ്രധാന നഗരങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൊച്ചു, അന്ന് പട്ടണം പോലും ആയിട്ടില്ല, കൊടുങ്ങല്ലൂരിൽ പടം റിലീസ് ചെയ്യാതെ. അതിനുശേഷം SM തിയേറ്റർ വന്നു. SM തിയേറ്ററിൽ ഈ കർട്ടൻ പോകുന്നതൊക്കെ അന്നൊരു വലിയ കാഴ്ചയായിരുന്നു. പഴയ ആൾക്കാർക്ക്, ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ SM കാളീശ്വരി, പിന്നെ നോബൽ തിയേറ്റർ വന്നു. ആ സമയത്താണ് AC തിയേറ്റർ മുഗൾ വരുന്നത്. മുഗളിനെ സംബന്ധിച്ചോളം കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് ടൗണിൽ പറയാവുന്ന സ്ഥലത്താണ് ഈ മുഗൾ തിയേറ്റർ ആരംഭിക്കുന്നത്. വളരെ എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചോളം എൻ്റെയൊക്കെ കൂട്ടി ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു തിയേറ്ററായിരുന്നു മുഗൾ തിയേറ്റർ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇനി മുഗൾ വന്നു. എൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം പ്രദർശനം കാണാൻ വന്നതടക്കം ഹൗസ്ഫുള്ളായിട്ട് ഓടിയ കുറേ പടങ്ങളൊക്കെ ഇവിടെ ഓടിയിട്ടുള്ളതാണ്. ഉള്ളികളിൽ കഥ പറയാൻ തുടങ്ങിയിട്ട് നിറം പോകുന്ന സിനിമകളൊക്കെ തന്നെ ഒരുപാട് ദിവസങ്ങൾ ഓടിയിട്ടുള്ള ഒരു തിയേറ്ററാണ്. പക്ഷെ ഇവിടെ എനിക്ക് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ സംവിധാനം ചെയ്തത് ദിലീപ് നായകനായിട്ട് അഭിനയിച്ച ഈ പുഴയും കടന്നു എന്ന് പറയുന്ന സിനിമയുണ്ട്. അത് 1996 ഇതുപോലൊരു ക്രിസ്മസിനാണ് റിലീസ് ചെയ്തത്. 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതിയാണ് 96 ഡിസംബർ 20-നാണ് റിലീസ് ചെയ്യുന്നത് ഈ പുഴയും കടന്നു പറഞ്ഞ സിനിമ. ആ സിനിമയുടെ 50 ദിവസത്തിലധികം ഓടി. ഞങ്ങളിവിടെ വലിയൊരു ഫംഗ്ഷനൊക്കെ നടത്തിയിരുന്നു. അത് ദിലീപ് ഞങ്ങളെല്ലാവരും വിളിക്കാറുണ്ട്. വലിയ ഒരു ആവേശം ഉണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ ഞാനും ദിലീപും ചേർന്ന് ചെയ്തൊരു സിനിമ അത് വലിയ വിജയമായി തിയേറ്ററിൻ്റെ മുമ്പിൽ ഈ മുഗൾ മാളിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം ഞാൻ അന്നേരം മമ്മാലിക്കോട് പറഞ്ഞിട്ടുണ്ട്. ഈ മുഗൾ തിയേറ്റർ പൊളിച്ചപ്പോഴാണ് വളരെ വിഷമത്തോടെ അന്ന് മമ്മാലിക്കോട് പറഞ്ഞു, മമ്മാലിക്ക ഈ കൊടുങ്ങല്ലൂർ ദേശത്തിൻ്റെ ഒരു എന്താ പറയുക ഐഡൻറ്റിറ്റിയാണ് മുഗൾ തിയേറ്റർ എന്ന് പറയുന്നത്. അതില്ലാതാവരുത്, എന്ത് മോള് വന്നാലും ഞങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മൊബൈലിക്കൂടൊക്കെ പറഞ്ഞത്. പക്ഷേ മൊബൈലിക്ക് നമ്മുടെ തിയേറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മോള് വന്നപ്പോൾ തന്നെ മാള് വന്ന ഉടനെ തന്നെ തിയേറ്ററും ഉണ്ടായി. പക്ഷേ ചില പ്രശ്നങ്ങളായി കോവിഡൊക്കെ വന്നതിന് ശേഷം
അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടു. ആ സമയത്താണ് ഉമ്മാനിക്ക് വീണ്ടും ഈ മോള് കുറച്ചുകൂടി സജീവമാക്കാനുള്ളൊരു ആലോചന വരികയും ഇവിടെ മോള് വീണ്ടും സജീവമാവുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദിലീപ് സിനിമാസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ സ്ഥാപനം ഇവിടെ തിയേറ്ററായിട്ട് വരും. ദിലീപിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിലീപ് ഇവിടെ ഇപ്പോൾ പറയുകയും ചെയ്തു, കൊടുങ്ങല്ലൂർ ദിലീപിനൊട്ടും അപരിതമായ ഒരു പ്രദേശമല്ല. എന്നെ അറിയുന്ന പോലെ തന്നെ ഈ കൊടുങ്ങല്ലൂരിൽ ഒരുപാട് പേരെ ദിലീപിന് വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്. അവരൊക്കെ സുഹൃത്തുക്കളാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ ഏറ്റവും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ദിലീപിന് അത് അടുപ്പമുണ്ട്. ഞാനും ദിലീപായിട്ടുള്ള ബന്ധം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമയിൽ ദിലീപ് എന്നോടൊപ്പം തുടങ്ങി, അതൊരു നിമിത്തമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യങ്ങളിൽ ഒന്ന് ദിലീപിനെ പോലെ ഒരുപാട് പേര് സംവിധാന രംഗത്തിൽ ജോസിനെ പോലെ ഒരുപാട് ആൾക്കാർ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, എൻ്റെ കൂടെ അക്ബറിവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരൊക്കെ അവരുടേതായ ഐഡൻറ്റിറ്റിയിൽ സിനിമാ ലോകത്ത് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ് സിനിമയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത്. ആ ദിലീപ് സിനിമ നടനായി, ആദ്യം സംവിധായകനായി, പിന്നെ നടനായി, പിന്നെ സിനിമയുടെ എല്ലാ മേഖലകളിലും ദിലീപ് അജയ്യനായി മാറി. നിർമ്മാതാവായി എല്ലാ മേഖലകളിലും. സംവിധാനം മാത്രം പരീക്ഷിച്ചിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം ദിലീപ് സംവിധായകനാകണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ദിലീപിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ദിലീപ് എത്രയും പെട്ടെന്ന് സംവിധായകനാകുന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ പല സിനിമകളുടെയും കൂടെ സംവിധായകനേക്കാളും കൂടുതൽ ആ സിനിമയെക്കുറിച്ച് അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വൈകാതെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ബിസിനസ്സുകാരനായിട്ട്, ഞാൻ ദിലീപിന് ഒരിക്കലും ബിസിനസ്സുകാരനായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം 100% കലാകാരനാണ്. പക്ഷേ അദ്ദേഹം കലാകാരനായിട്ട് ദിലീപിൻ്റെ വിജയം ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ബിസിനസ് രംഗത്തും ദിലീപ് വലിയ വിജയമായി മാറുന്നതാണ്. ആദ്യം തിരികൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീത മാം ആണ്. നല്ലൊരു മുഹൂർത്തമാണിത്. നമ്മുടെ എല്ലാം സന്തോഷങ്ങളെ, നമ്മുടെ എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു മൾട്ടിപ്ലൈ തിയേറ്റർ തീർച്ചയായിട്ടും കമൽക്കയുടെ വൈഫുമാണ് സബൂർക്ക കമൽക്ക. മുഗൾ മാൾ മലിക്കയാണ് ഇതായി തിരികൊടുക്കുന്നത്. കൊടുത്തിരിക്കുന്നത് പാഞ്ചാണി സാറാണ് ദീപത്തിന് തിരികൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ CID മൂസ, അതിന് 2020 പോലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സിനിമകൾ, ഒരുപാട് സിനിമകൾ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ വലിയ വിജയങ്ങളായിട്ടുണ്ട്. സിനിമ തുടങ്ങിയപ്പോഴും ചാലക്കുടിയിൽ സിനിമാസ് തുടങ്ങിയപ്പോഴും കേരളത്തിലെ തന്നെ മികച്ച തിയേറ്ററുകളൊന്നായി സിനിമാസ് മാറിയതാണ്. അതിൻ്റെ തുടർച്ചയായി ആ സമയത്ത് തന്നെ ദിലീപ് കൂടെ ഒരു തിയേറ്റർ തുടങ്ങാനായിട്ട് സ്ഥലമൊക്കെ നോക്കിയായിരുന്നു. എനിക്കറിയാം, എന്നോട് തന്നെ വിളിച്ചു വെച്ചിട്ടായിരുന്നു എവിടെയാണ് തിയേറ്റർ പണിയാൻ പറ്റുക. പക്ഷേ ഇത് നമുക്കൊരു നിമിത്തം പോലെ ഇപ്പോൾ മുഗൾ തിയേറ്ററിലാണ് ഇത് വന്നത്, മുഗൾ മാളിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് 3 സ്ക്രീനാണുള്ളത്. ആ 3 സ്ക്രീൻ തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയൊരു വിജയമാകട്ടെ. കൊടുങ്ങല്ലൂർ ഇപ്പോൾ കാളീശ്വരി തിയേറ്റർ തന്നെ പുതിയ രീതിയിലായി 2 തിയേറ്ററുണ്ട്. അതിന് തുടർച്ചയായി പഴയ SN തിയേറ്റർ പുതുക്കി നല്ല രീതിയിലേക്ക്, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററുകളുണ്ടായി SN തിയേറ്റർ പുതിയ രീതിയിൽ വന്നു, ലക്ഷ്മി. അങ്ങനെ പല തിയേറ്ററുകൾ ഇവിടെ വരുന്നു. തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നവരെ ഞങ്ങൾ സിനിമാക്കാരെ സംബന്ധിച്ചുള്ള വലിയ സന്തോഷമാണ്. പുതിയ സിനിമകൾ റിലീസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടുന്നു. ഈ ജനുവരിയിൽ എൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് തീർച്ചയായും അതുകൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിലീപിന് സിനിമാസിൻ്റെ വലിയ ഒരു വിജയം. ഞാൻ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം ഒരിക്കലും ദിലീപിനെ നിരാശപ്പെടേണ്ടി വരില്ല എനിക്ക് ഉറപ്പുണ്ട്. കൊടുങ്ങല്ലൂരിലെ സിനിമാ പ്രേമികൾ ദിലീപിൻ്റെ ഈ തിയേറ്ററിനെ കൈമുട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വിജയങ്ങളും നേടുകയാണൊപ്പം ഉമ്മാരിക്കാനും കുടുംബത്തെയും ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഗൾ മാളും സിനിമാസും കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനമായിട്ട് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ഇനി സംസാരിക്കാനായി നമ്മൾ വിളിക്കുന്നത് വൈസ് ചെയർമാൻ ജനൻ സാറിനെയാണ്. സാർ സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ ദിലീപേട്ടൻ, ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ കമലിക്ക, ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ നഗരത്തിൽ ഒരു സിനിമ തിയേറ്റർ മാൾ കൂടി വരികയാണ്. എല്ലാവരും അതിനാൽ സന്തോഷത്തിലാണ്. കൊടുങ്ങല്ലൂർ എക്കാലവും സിനിമ സംരംഭങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ളവരും എതിർത്തുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ സംരംഭം ഏറ്റവും നല്ല വിജയമാകും എന്നതിന് യാതൊരു സംശയവുമില്ല.
കൊടുങ്ങല്ലൂർ തന്നെ ഡി സിനിമാസ് തുടങ്ങുവാൻ തിരഞ്ഞെടുത്തതിൽ ദിലീപേനോടും എൻ്റെ എല്ലാ ആളുകളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും പോരാളിയുടെയും നഗരസഭയുടെയും എല്ലാവിധ പിന്തുണയും ഭാവവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ കേരള ഫിലിം ചേംബർ സെക്രട്ടറി പ്രസിഡന്റ് ജേക്കബ് കാഞ്ഞാണി സാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. സിനിമാ നിർമ്മാണ വിതരണ പ്രദർശന വിഭാഗത്തിൻ്റെ അപ്പെക്സ് ബോഡിയായ കേരള ഫിലിം ചേംബറിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം പ്രസിഡൻ്റായത് എക്സിബിറ്റർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു തിരഞ്ഞെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എക്സിബിറ്റർ വിഭാഗത്തിൻ്റെ പിഒപിൻ്റെ ചെയർമാൻ കൂടിയാണ് ദിലീപ്. പിന്നെ കൊടുങ്ങല്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഈ കൊടുങ്ങല്ലൂർ മറ്റൊരു കലാകാരനാൽ ഇവിടെ ഒരു സിനിമാ സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിന് ഫിലിം ചേംബറിൻ്റെ പേരിൽ എൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും നടന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കൊടുങ്ങല്ലൂർ മുഗൽമാൾ സിനിമാ സംഘടനയുടെ ഉദ്ഘാടനം